കാവ്യ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന കവി പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ആദരം. സുദിനം മധുസൂദനം എന്ന പരിപാടി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിരുദദാനവും ചടങ്ങിൽ നടന്നു. ഭാഷാ സാഹിത്യ ലോകത്ത് അരനൂറ്റാണ്ട് കാലമായി ജനകീയ കാവ്യബിംബങ്ങൾ ചമയ്ക്കുന്ന മലയാളത്തിന്റെ സ്വന്തം കവി പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് ആദരമേകാൻ നിരവധി പ്രമുഖരാണ് പ്രസ് ക്ലബിലെത്തിയത്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള കവിയെ പൊന്നാട് ചാർത്തിയും ഉപഹാരം സമ്മാനിച്ചുമാണ് ആദരിച്ചത്. ഭാരതീയ ധർമ്മത്തിന്റെ വിളംബരമാണ് മധുസൂദനൻ നായരുടെ കവിതകളിലെ അന്തർധാരയെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. അപ്പം നമുക്കിവിടെ മധുസൂദനൻ നായർ സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ കവി എന്ന നിലയിൽ ഇപ്പോൾ ചില പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചു, അതെല്ലാം ശരിയാണ്. സ്വാഗതപ്രാസംഗിനോ അധ്യക്ഷനോ എല്ലാം പറഞ്ഞത് ശരിയാണ്. ഒരു പ്രത്യേക മേഖലയിൽ അദ്ദേഹം നമ്മുടെ മലയാളി മനസ്സുകളെ കീഴടക്കുകയായിരുന്നു. അതിൻ്റെ സാങ്കേതികമായ പദങ്ങളോ അതിൻ്റെ അന്തർധാരകളുടെ അതിൻ്റെ അകത്തളങ്ങളിലെ അന്തർധാരകളും മറ്റൊന്നും അല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച വഴിത്താര ഒരു പുതിയ പന്ഥാവ് സൃഷ്ടിച്ചു. അതിപ്പോൾ എന്നോട് പറഞ്ഞ 86-ലെ അതാണ് ഇവിടെ പാടിയ കവിത എന്ന അദ്ദേഹത്തിൻ്റെ കവിത എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും അതിലങ്ങനെ അക്ഷമരായി ഞാനും ഓടിരുന്നുകൊണ്ട് അത് കേട്ടുകൊണ്ട് അതിനെ ആസ്വദിക്കുകയായിരുന്നു. പ്രസ് ക്ലബിൽ നിന്ന് ജേർണലിസം കോഴ്സിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് M രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കവി ഗിരീഷ് പുലിയൂർ, പ്രസ് ക്ലബ് സെക്രട്ടറി KN സാനു, കോഴ്സ് ഡയറക്ടർ സിബി കാട്ടാമ്പള്ളി എന്നിവർ പങ്കെടുത്തു. തന്റെ കവിതയായ വാക്ക് ചൊല്ലിയാണ് മധുസൂദനൻ നായർ മറുപടി പ്രസംഗത്തിന് വിരാമം കുറിച്ചത്. അച്ഛനും അമ്മയും വാക്കെന്ന് കേട്ട് ഞാൻ അക്ഷരപ്പിച്ച നടൻ. ജനം, തിരുവനന്തപുരം.